നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ മാർക്കറ്റില് രാവിലെ വലിയൊരു ഇടിവ് ഉണ്ടായെങ്കിലും അതിനെ തുടർന്ന് ഒരു റിക്കവറി തന്നെയായിരുന്നു കാണുവാനായിട്ട് സാധിച്ചത്. പ്രധാനമായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും US ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിനെ അറ്റാക്ക് ചെയ്തതും അതിന്റെ ഫലമായിട്ടുണ്ടായ ക്രൂഡ് ഓയിൽ പ്രൈസസിലുണ്ടായ വർധനവും ഹോർമോസ് കടലിടുക്കിലെ ടെൻഷൻസ് ഒക്കെയായിരുന്നു ഒരു പരിധി വരെ ഇന്നലത്തെ മാർക്കറ്റിന്റെ ഇടിവിന് കാരണമായത്. ഇന്നലെ ഹോർമോസ് കടലിടുക്ക് ഓപ്പൺ ആയിട്ട് നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ അത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിൽ ഇടിവ് കൊണ്ടുവന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ മാർക്കറ്റും റിക്കവർ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ബോർഡർ മാർക്കറ്റ്സും അതിന് ജോയിൻ ചെയ്യുകയുണ്ടായി. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങള് നമ്മുടെ മാർക്കറ്റിൽ 5591.77 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1874.38 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും FIIസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഹ്യൂജ് ബൈയിങ് ആണ് ഇന്നലെ ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ തിരിച്ച് കരകയറുവാനായിട്ട് സഹായിക്കുക ഉണ്ടായത്. നമ്മൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അമേരിക്കയിൽ നിന്നും ട്രംപിന്റെ ഭാഗത്തു നിന്ന് പുതിയ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പക്ഷേ ട്രംപിന്റെ ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാൻ തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, ഇന്നലെ അമേരിക്കയുടെ ഖത്തറിലുള്ള എയർബേസിലേക്ക് ഇറാൻ അറ്റാക്ക് നടത്തി എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഒരു ഉണർവ് കാണുന്നുണ്ട്. ഇന്നലെ നേട്ടത്തോടു കൂടിയാണ് അമേരിക്കൻ വിപണിയൊക്കെ അടച്ചത്. കാരണം ഇന്നലെ ഫെഡ് മെമ്പറിന്റെ ഭാഗത്തു നിന്നും അടുത്ത മാസത്തെ FOMC മീറ്റിംഗിൽ ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്ന എന്ന സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് ഇന്നലെ US ഗവൺമെന്റിന്റെ ഡെപ്റ്റ് ഫണ്ടുകളൊക്കെ നഷ്ടത്തിലായിരുന്നു തുടക്കത്തിൽ വ്യാപാരം തുടങ്ങിയതെങ്കിൽ കൂടിയും ഫെഡ് മെമ്പറിന്റെ ഈ കമന്റ് വന്നതോട് കൂടിയിട്ട് അവയൊക്കെ കരകയറുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്നലെ ഒരു ദിവസം മാത്രം ടെസ്ല ഏകദേശം 10% റാലി നടത്തുകയുണ്ടായി US മാർക്കറ്റില്. കാരണം ഇന്നലെ US ഓസ്റ്റിനിലെ ടെക്സാസില് റോബോട്ട് ടാക്സി ഫസ്റ്റ് റൈഡ് നടത്തിയത് കൊണ്ടാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. US ഡോ ജോൺസ് ഫ്യൂച്ചർ 221 പോയിന്റിന്റെ നേട്ടത്തോടു കൂടിയിട്ടാണ് നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. S&P 500ഉം നാസ്ഡാക്കും 1% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. തത്സമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ അവർക്ക് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള മിഡിൽ ഈസ്റ്റ് ടെൻഷൻസിന്റെ എസ്കലേഷന് ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടത്തോടു കൂടി വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. നിക്കി 225 1%-ലേറെയും സൗത്ത് കൊറിയൻ മാർക്കറ്റ് 2.5%-അടുത്തും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റ് ഒഴികെ നിലവിൽ ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒട്ടുമിക്കതും പോസിറ്റീവായിട്ടാണ് വ്യാപാരം തുടരുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡ് ആണ് ഇന്നലത്തെ ഒരു റിക്കവറിയോട് കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കുന്ന സെന്റിമെന്റ്സ്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോഴും അതാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ നമ്മുടെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സ് എല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് അമേരിക്കയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഇൻഡിസിഷൻ ആണ് ബയേഴ്സിന്റെ ഭാഗത്തു നിന്നും സെല്ലേഴ്സിന്റെ ഭാഗത്തു നിന്നും കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ആദ്യം നമുക്ക് നിഫ്റ്റി പരിശോധിക്കാം. നിഫ്റ്റിയിൽ കാണുവാനായിട്ട് സാധിച്ചത് വെള്ളിയാഴ്ചത്തെ അതേ ട്രേഡിംഗ് റേഞ്ച് തന്നെ ആയിരുന്നു ഇന്നലെയും സംഭവിച്ചത്. അതായത് വെള്ളിയാഴ്ച നിഫ്റ്റി 24,800-ൽ നിന്നും 25,100-ന് മുകളിലേക്ക് കുതിച്ചപ്പോൾ ഇന്നലത്തെ ട്രേഡിംഗില് നിഫ്റ്റി 25,100-ൽ നിന്നും 24,800-ലേക്ക് ഫോൾ ആയെങ്കിൽ കൂടിയും അവിടെ നിന്ന് റിക്കവർ ആകുന്നതും കണ്ടു. സോ അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളും 24,800-ഉം 25,100-ന്റെ ഇടയിൽ ഒരു കൺസോളിഡേറ്റഡ് ട്രേഡിംഗ് സെക്ഷൻ ആണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് ഒരു കാര്യം ഓർമ്മിക്കുക, ഇത് മാർക്കറ്റ് ആണ്, ഇതൊന്നും കോൺക്രീറ്റ് അല്ല. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം.
നിഫ്റ്റിയുടെ മന്ത്ലി PCR 0.98 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,000 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നടന്നിരിക്കുന്നത്. ഫുഡ് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിൽ കൂടിയും 24,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഇൻഡിസിഷൻ ആണ് നിലനിൽക്കുന്നത്. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഭാഗത്തു നിന്ന് PCR 0.85 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,000 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കില് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. കോൾ സൈഡിലേക്ക് 57,000 എന്ന സ്ട്രൈക്കിലും പുട്ട് സൈഡിലേക്ക് 55,900 എന്ന സ്ട്രൈക്കിലുമാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഇന്ത്യൻ രൂപ ഇന്നലെ അമേരിക്കൻ ഡോളറിനെതിരെ 23 പൈസയുടെ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ട് 86.78 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ പ്രൈസസ് നല്ല രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോൾഡും ഇടിയുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹൗസിംഗ് ഫൈനാൻസ് സ്റ്റോക്സ്. ഹോം ലോൺസിന്റെ മിസ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് നിയമങ്ങൾ കാർക്കശ്യമാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഡിക്സൺ ടെക്നോളജീസ് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി കമ്പനിയുടെ പ്രൊമോട്ടർ 2.77%, അതായത് ഏകദേശം 2,221 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്ക് വിറ്റൊഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ. പോളിക്യാബ് ജെഫ്രീസ് എന്ന റേറ്റിംഗ് ഏജൻസി സ്റ്റോക്കിൽ ഒരു ബൈ കോൾ നൽകുകയുണ്ടായി. 7,150 രൂപ ആണ് ടാർഗറ്റ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. സൺ ടെക്നോളജി കമ്പനി അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന്റെ, അതായത് UAV എന്ന് പറയും, സെഗ്മെന്റിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. 6.56 കോടി രൂപ മുടക്കിക്കൊണ്ട് ടിസ എയറോസ്പേസിനെ ബൈ ചെയ്തത് വഴിയിട്ടാണ് BSE ആൻഡ് ഇൻഡിഗോ ഇരു കമ്പനികളെയും നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ട്. അദാനി എന്റർപ്രൈസസ് കമ്പനിയുടെ യൂണിറ്റ് ഗുജറാത്തിലെ കച്ചില് പുതിയ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പില്ലറ്റ് പ്ലാന്റ് ഓപ്പൺ ആക്കി എന്നുള്ള വാർത്ത. ഭാരത് ഫോർജ് കമ്പനി ആർമിയുടെ ടെൻഡറിലെ ലോവസ്റ്റ് ബിഡർ ആയിട്ട് മാറി 2,000 കോടി രൂപ മൂല്യം വരുന്ന ക്വാർട്ടർ ബാറ്റിൽ കാർബണിന്റെ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.